जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय. ശ്രീല പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ്. ശ്രീല പ്രഭുപാദ് ബോംബെയിലായിരുന്ന സമയമാണ് 1977 ഏപ്രിൽ മാസത്തിൽ. ആ സമയത്ത് പ്രഭുപാദ് സമാധിയാവുന്നത് നവംബറിലാണ്, 1977 നവംബറിലാണ്. അപ്പം അവസാനത്തെ ഒരു 6 മാസത്തോളം പ്രഭുപാദ് ആഹാരമൊക്കെ കുറച്ച് കൊണ്ടുവരുമായിരുന്നു. ആഹാരം കഴിക്കുന്നത് വളരെ കുറവായിരുന്നു. അധികം സംസാരവും അതൊക്കെ കുറച്ച് കൊണ്ടുവരുമായിരുന്നു. അപ്പം ഇങ്ങനെ പ്രഭുപാദ് മിക്ക ദിവസങ്ങളിലും ഈ ആരോഗ്യത്തെക്കുറിച്ച് പ്രഭുപാദ് അധികം പറയാറില്ല. പക്ഷെ ഈ പ്രസ്ഥാനത്തിലെ ഓരോ ആൾക്കാരുടെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും. അവിടെ ഓരോരോ എന്തെങ്കിലും മാനേജ്മെന്റ് ഇഷ്യൂസ് ഒക്കെ വരുവാണെങ്കിൽ അതെല്ലാം പ്രഭുപാദ് സംസാരിക്കുമായിരുന്നു ശിഷ്യന്മാരുമായിട്ട്. അപ്പോൾ ഒരു ദിവസം ഈ ന്യൂയോർക്കിൽ ആദ്യം പ്രഭുപാദ് 1965 വന്ന സമയത്ത് ന്യൂയോർക്കിൽ നടന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പ്രഭുപാദ് ഇമോഷണലായിട്ട് പറഞ്ഞു, ഇത് നിങ്ങളെല്ലാവരും ഈ മാനേജ്മെന്റിന് മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇതിനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, എൻ്റെ ആരോഗ്യം അത്ര നല്ലതല്ല, ഇനി അത് മെച്ചപ്പെടുമെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഇത് സ്പോയിൽ ചെയ്യരുത് എന്ന് ഇങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. ഞാൻ ചെയ്ത കാര്യങ്ങൾ മോശമാക്കി കളയരുത്, അത് അതേപോലെ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള കാര്യം ഇങ്ങനെ ശ്രീല പ്രഭുപാദ് പറഞ്ഞു. അപ്പം അടുത്ത് ഗിരിരാജ് മഹാരാജ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഗിരിരാജ് മഹാരാജ് പറഞ്ഞു, പ്രഭുപാദ് പ്രഭുപാദ് പറഞ്ഞു, എനിക്ക് അധികം ഭക്ഷണം ആവശ്യമില്ല, ഞാൻ ഭക്ഷണം ഏകദേശം നിർത്തുകയാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഡിക്റ്റേറ്റ് ചെയ്യാണ്, ഈ ബുക്സുകൾ എഴുതാനാണ് ഇനി ഞാൻ ശ്രമിക്കുന്നത്. എനിക്കിനി ആരോടും പുറത്തുനിന്ന് പോയി ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ബുക്സുകൾ എഴുതാമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് ഗിരിരാജ് മഹാരാജ് പറഞ്ഞു, പ്രഭുപാദ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അങ്ങ് ഭാഗവതം തീർത്തിട്ട് പോകണം എന്നാണ്. പ്രഭുപാദ് യഥാർത്ഥത്തിൽ ശ്രീമദ് ഭാഗവത്തിന്റെ 10ാം സ്കന്ധം 13ാം അധ്യായം വരെ തീർത്തിട്ടുള്ളൂ. 11ഉം 12ഉം പിന്നെ പ്രഭുപാദിന് ശേഷം വന്ന ശിഷ്യന്മാരാണ് കമ്പൈൽ ചെയ്തത്. അപ്പം ഗിരിരാജ് മഹാരാജ് ഇങ്ങനെ പറഞ്ഞു, ഭാഗവതം തീർത്തിട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പം അത് ചിലപ്പം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടെ ആലോചിച്ചിട്ട് പ്രഭുപാദ് പറഞ്ഞു, ചിലപ്പോൾ അത് പൂർത്തിയായില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഓൾറെഡി എൻ്റെ ബാക്കിയുള്ള ബുക്സുകളിൽ എങ്ങനെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഐഡിയാസും നോളജും എല്ലാം തന്നിട്ടുണ്ട്. നമ്മളത് യൂസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം മതി, ഇത് സ്പോയിൽ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫുഡ് കുറയ്ക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഗിരിരാജ് മഹാരാജ് പറഞ്ഞു, പ്രഭുപാദ് അങ്ങനെ ഫുഡ് കുറച്ചാൽ ശിഷ്യന്മാർക്ക് അത്രയും വിഷമം ഉണ്ടാവും, കാരണം അങ്ങ് നല്ലപോലെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് കാണുന്നതാണ് ഞങ്ങളുടെ സന്തോഷം എന്ന് പറഞ്ഞു. പിന്നെ പ്രഭുപാദ് പറഞ്ഞു, ഞാൻ അധികം ഒരു കാര്യവും ചെയ്യുന്നില്ല, ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പം എനിക്ക് അതിന്റെ ആവശ്യമില്ല, ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കുറച്ച് ജ്യൂസ് മാത്രം ഡെയിലി തന്നാൽ മതി എന്ന് ഇങ്ങനെ ശ്രീല പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ ഇത് സരസ്വതി മഹാരാജ് ആ ബുക്കിൽ എഴുതുന്നതും ഇത് കുറച്ചൊരു ബ്രീഫായിട്ടുള്ള കുറച്ച് സമയമാണ് പ്രഭുപാദ് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. താൻ തിരിച്ചു പോകുന്ന കാര്യവും ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അതിനുശേഷം ഇമീഡിയറ്റ്ലി ആ ടോപ്പിക് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രഭുപാദ് വീണ്ടും മാനേജ്മെന്റിനുള്ള കാര്യത്തിലെല്ലാം പൂർണ്ണമായിട്ട് എൻഗേജ് ചെയ്ത് ഓരോരുത്തരുടെ എങ്ങനെ ഇത് ചെയ്യണം അത് ചെയ്യണം. അപ്പൊ തന്നെ ഇതെല്ലാം പറഞ്ഞു നിർത്തിയപ്പോൾ തന്നെ കൃഷ്ണചോര ഗോപിനാഥ് എന്ന് പറഞ്ഞ പ്രഭുപാദിന്റെ ശിഷ്യൻ ഒരു ന്യൂസ് പേപ്പറുമായിട്ട് വന്നു. അപ്പൊ ന്യൂസ് പേപ്പറിൽ അടുത്ത ഇലക്ഷനെ കുറിച്ച് പറയുന്നു. അപ്പം പ്രഭുപാദ് വീണ്ടും അങ്ങ് ഇതായിട്ട് ഈ സമൂഹത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാനായിട്ട് തുടങ്ങി. ഇങ്ങനെ ഇതെന്ന് വെച്ചാൽ ഒരു കുറച്ച് സിംഹങ്ങൾ മാറിയിട്ട് കുറച്ച് പുലികൾ വരുന്ന പോലെയാണ്. ഒരു ഇലക്ഷൻ മാറി വേറൊരു ഇലക്ഷൻ വരുന്നത്. അവർക്കെല്ലാം ശാരീരിക അവബോധമാണുള്ളത്, അതുകൊണ്ട് ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല, ഈ മൃഗങ്ങൾ മാറുന്നത് പോലെയാണെന്നിങ്ങനെ പ്രഭുപാദ് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ സരസ്വതി മഹാരാജ് ഇത് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യം, പ്രഭുപാദ് ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ആചാര്യനാണ്.
അദ്ദേഹം താൻ തിരിച്ചു പോകുന്നുള്ളത് പ്രഭുപാദിന് ഏകദേശം അറിയാം. പക്ഷെ അത് തന്നെ പ്രഭുപാദ് പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. അപ്പൊ എല്ലാവരുടെയും മൊറയിൽ ഡൗൺ ആവും. അത് തന്നെ പ്രഭുപാദ് തിരിച്ചു പോകുന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രഭുപാദ് അത് ഇടയ്ക്കിടയ്ക്ക് ഒരു വാണിംഗ് പോലെ അത് തരും. കുറച്ച് കാര്യങ്ങൾ തിരിച്ചു പോയാൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ഇടയ്ക്കൊരു വാണിംഗ് തരും. അപ്പൊ അതൊരു നമ്മളെ ഒരു സമചിത്തനാക്കാൻ, ശിഷ്യന്മാരെ സമചിത്തനാക്കാൻ വേണ്ടിയാണ് അങ്ങനെ തരുന്നത്. പോയാലും നമ്മുടെ ഉത്തരവാദിത്വം ഇതുണ്ട്, പ്രഭുപാദ് തന്ന കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള സമചിത്തതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് പ്രഭുപാദ് എങ്ങനെ ആക്റ്റീവായിട്ട് പ്രീച്ച് ചെയ്യണം എന്ന് പറയും. അവരെ ഉത്സാഹഭരിതരാക്കാൻ വേണ്ടി എങ്ങനെ ആക്റ്റീവായിട്ട് പ്രീച്ച് ചെയ്യണം, ഇങ്ങനെ ഒരു ഫൈറ്റിംഗ് ഇത് കാണിക്കും. അവസാന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടാണ് അവസാന നാളുകളിൽ പ്രഭുപാദ് ഈ ഭൗതികമായ സംസ്കാരത്തിന് അഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഒരേ സമയം തന്നെ ഒരു ഫൈറ്ററിനെ പോലെ നിൽക്കുകയും അതേസമയം തന്നെ ഞാൻ ഏകദേശം ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകാറായി എന്നുള്ള ഇതും കൊടുക്കും. അപ്പം ഒരു സമയം തന്നെ ശിഷ്യന്മാരെ സമചിത്തതയിലും എത്തിക്കും. പ്രഭുപാദ് പോകും എന്നുള്ള ഒരു ഇത് വരുമ്പോൾ സമചിത്തതയാവും, അതേസമയം അപ്പുറത്ത് ഉത്സാഹവും ചെയ്യും. അപ്പൊ ഇങ്ങനെ പ്രഭുപാദ് ആ ശിഷ്യന്മാരെ അവസാന കാലഘട്ടത്തിൽ ട്രെയിൻ ചെയ്തു. ഒരു സമയത്ത് തന്നെ വാണിംഗും കൊടുത്തു, അതേ സമയം തന്നെ ഉത്സാഹവും കൊടുത്തുകൊണ്ടാണ് ഒരു പെർഫെക്റ്റ് ആചാര്യൻ എന്ന നിലയിൽ പ്രഭുപാദ് ശിഷ്യന്മാരെ അവസാന കാലഘട്ടത്തിൽ ഇൻസ്ട്രക്ട് ചെയ്തു എന്നുള്ള കാര്യം സത്സ്വരൂപ് മഹാരാജ് പറയുന്നു.